വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആഗാന്റെ പിതാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 21 അധ്യായം 13 വാക്യം. ദരിദ്രരുടെ നിലവിളിക്ക് ചെവിയടയ്ക്കുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. ഒരിക്കൽ ഒരു പ്രസംഗകൻ തന്റെ സഭയോട് ചോദിച്ചു, ആഗാന്റെ പിതാവിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ അദ്ദേഹം വിശദീകരിച്ചു, ശപിക്കപ്പെട്ട എരിഹോ നഗരത്തിൽ നിന്ന് സ്വർണ്ണക്കട്ടിയും ബാബിലോണിയൻ വസ്ത്രവും എടുത്ത് തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചത് ആഗാനാണ്. ഈ പാപം നിമിത്തം ഇസ്രായേൽ മക്കൾ ഹായി യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ലജ്ജയോടെ ഓടിപ്പോയി. പരാജയത്തിന് കാരണം ആഗാനാണെന്ന് ഒടുവിൽ കണ്ടെത്തിയപ്പോൾ അദ്ദേഹവും കുടുംബവും ശിക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കാർമി എന്നാണെന്ന് ബൈബിൾ പറയുന്നു. കാർമി എന്ന വാക്കിന് തമിഴ് അർത്ഥം ഒരു പിശുക്കൻ, സ്വാർത്ഥൻ അല്ലെങ്കിൽ നൽകേണ്ടത് തടഞ്ഞു വെക്കുന്നവൻ എന്നിവയൊക്കെ സൂചിപ്പിക്കാം. കാർമിയുടെ മകൻ ആഗാൻ ബാബിലോണിയൻ വസ്ത്രവും സ്വർണവും തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സ്വാർത്ഥമായി പ്രവർത്തിച്ചു. അങ്ങനെ കാർമീസ് ആഗാന്മാരെ ജനിപ്പിക്കുന്നു. ആഗാന്മാർ സ്വാർത്ഥതയെ ജനിപ്പിക്കുന്നു. ഒടുവിൽ അത്തരം മനോഭാവങ്ങൾ പരാജയത്തെ സൃഷ്ടിക്കുന്നു. ഇതുമൂലം ദൈവജനം അവരുടെ യുദ്ധങ്ങളിൽ കഷ്ടപ്പെടുകയും പരാജയം അനുഭവിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും കർത്താവിന്റെ വേല തടസ്സപ്പെടാനുള്ള കാരണം ആത്മീയ ലോകത്തിലെ കാർമീസ് ആണ്. ദൈവത്തിൻ്റെത് തടഞ്ഞുവെക്കുന്ന ആളുകൾ, ദൈവത്തിന്റെ വേലയ്ക്ക് പോകേണ്ട ദശാംശം തടഞ്ഞുവെക്കുന്നവർക്കും സ്വാർത്ഥതയിലൂടെ സുവിശേഷത്തിന്റെ പുരോഗതിയെ തടയുന്നവർക്കും അവർ തടഞ്ഞുവെക്കുന്നത് ഒടുവിൽ നഷ്ടപ്പെടും. ദൈവത്തിന് നൽകാൻ അവർ വിസമ്മതിക്കുന്ന പണം ഒടുവിൽ രോഗം, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ എന്നിവയിലൂടെ നഷ്ടപ്പെട്ടേക്കാം. ജോർജ് മുള്ളറുടെ ജീവിതം ദൈവത്തിന്റെ വേലയിൽ വലിയ വിജയങ്ങളാൽ നിറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ധനികനായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് ദൈവത്തോട് ഉദാരമായ ഒരു ഹൃദയമുണ്ടായിരുന്നു. ഇക്കാരണത്താൽ കർത്താവ് അദ്ദേഹത്തിന് നിരന്തരം നൽകി. 10,000 അനാഥരെ അദ്ദേഹം പരിപാലിച്ചു വളർത്തി. ഉദാരമതിയുടെ ശ്രദ്ധേയമായ ഒരു മാതൃകയായി. നിരവധി ക്രിസ്തീയ ശുശ്രൂഷകൾക്ക് അദ്ദേഹം ത്യാഗപൂർവം സംഭാവന നൽകി. തൽഫലമായി അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് പലതവണ തിരിച്ചു വന്നു. അവന്റെ ജീവിതാവസാനം വരെ കർത്താവ് അവനെ അത്ഭുതകരമായി ഒരു കുറവും കൂടാതെ നയിച്ചു. ബൈബിൾ പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നത് പോലെ നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇത് ലൂക്കോസ് 6 അധ്യായം 38 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന് കൊടുക്കുന്നതെന്തും സ്വർഗത്തിൽ നിധി സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. അത് അവിടെ സുരക്ഷിതമാണ്. കള്ളന്മാർക്ക് അത് മോഷ്ടിക്കാൻ കഴിയില്ല, പുഴുക്കൾക്ക് അത് നശിപ്പിക്കാനും കഴിയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായം 35 വാക്യം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 19 അധ്യായം 28 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.